ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെസിപ്പി ട്രൈ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് പാൻകേക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും, കാരണം ഇതൊരു വെറൈറ്റി പാൻകേക്കാണ്. അപ്പോൾ നിങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാക്കി കൊടുക്കും, നാളെ എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ള സങ്കടത്തിലാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ബ്രെഡൊക്കെ മേടിച്ച് വെച്ചിരിക്കുമ്പോൾ അത് എളുപ്പം എക്സ്പയറി ആയി പോകാറുണ്ട്. അപ്പം ബ്രെഡ് തന്നെ ഇങ്ങനെ കഴിച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വെറൈറ്റിയൊക്കെ പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ന്യൂ റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാൻ കേക്കിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 കപ്പ് മിൽക്ക്, കുറച്ച് വാനില എസൻസ്, ബ്രെഡ് ക്രംസ്, 2 മുട്ട എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഒരു ബൗളിൽ എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെതുക്കെ ഈ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതും ഗ്രാജുവലി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. അത് നമുക്ക് ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ബ്രെഡ് ക്രംസ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഇതേ രീതിയിലുള്ള കൺസിസ്റ്റൻസി മതിയാവും. ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതേ കൺസിസ്റ്റൻസി മതിയായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു മണം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു 2 തുള്ളി വാനില എസൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പഞ്ചസാരയുടെ പാകമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം മറുവശം കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ബാക്കി വരുന്ന ബാറ്റർ കൂടി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് 2-3 എണ്ണം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കെച്ചപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ന്യൂട്രല്ലയോ ജാമോ പീനട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഇതൊന്നുമില്ലാതെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് വളരെയധികം ടേസ്റ്റ് തോന്നുന്നത്. അപ്പം ഈ വാനില എസൻസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല മണം കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ടാറ്റാ, ബൈ ബൈ.